നമസ്കാരം, ഗുഡ് ഈവനിംഗ്. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. കണ്ണൂർ പയ്യന്നൂരിൽ CPIഎമ്മിനെതിരെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പുറത്ത്. CPIഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം ജില്ലാ സെക്രട്ടറി KK രാഗേഷാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. വി കുഞ്ഞികൃഷ്ണൻ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് അല്ലെന്നും പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിയെന്നും KK രാഗേഷ് പറഞ്ഞു. അദ്ദേഹത്തെ പാർട്ടിയെ വഞ്ചിക്കുകയാണ് ചെയ്തത്. പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ച ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വി കുഞ്ഞികൃഷ്ണനെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന്, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന്, പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ച കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എന്തേ ഇപ്പോൾ പറയുന്നത്? കൃത്യമായ ലക്ഷ്യമുണ്ട്. തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. മധുവിനോടുള്ള പക. അദ്ദേഹം ഉത്തമനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് അല്ല. ഉത്തമനായ കമ്മ്യൂണിസ്റ്റിന് ഇത്തരം നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. KK രാഗേഷ് പറയുന്നത് കേൾക്കുമ്പോൾ ചിരി വരുന്നു എന്നാണ് വി കുഞ്ഞികൃഷ്ണൻ പ്രതികരിച്ചത്. ധനരാജ് ഫണ്ടുമായി ബന്ധപ്പെട്ട് കൃത്യമായ കണക്ക് പറയാൻ ജില്ലാ സെക്രട്ടറി തയ്യാറായിട്ടില്ലെന്നും വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ വ്യത്യസ്തമായി എന്തെങ്കിലും പുതിയ കാര്യങ്ങളുണ്ട് എന്നെനിക്ക് തോന്നിയില്ല. ചിലതൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ചിരിയാണുള്ളാലെ വന്നത്. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, ഇന്നലെ CPM ജില്ലാ സെക്രട്ടറി ചേർന്നിരുന്നു. അപ്പോൾ തന്നെ വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കും എന്ന ചില സൂചനകൾ വന്നിരുന്നു. ഇന്നിപ്പോൾ ജില്ലാ കമ്മിറ്റി കൂടി ചേർന്ന തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ചെയ്തത്. എന്താണ് വി കുഞ്ഞികൃഷ്ണൻ ചെയ്തത് എന്ന കാര്യം പാർട്ടിക്ക് ബോധ്യപ്പെട്ടു എന്നായിരുന്നു പറഞ്ഞത്. മറ്റെന്തൊക്കെ കാര്യങ്ങൾ സൂചിപ്പിച്ചൊപ്പം തന്നെ അതിന് പിന്നാലെ വന്ന വി കുഞ്ഞികൃഷ്ണന്റെ പ്രതികരണം ശ്രദ്ധേയമാണ്. ഈ ആരോപണങ്ങളിൽ പിന്നോട്ട് പോകുന്നില്ല, മറിച്ച് തന്റെ പുസ്തകം വരാനിരിക്കുന്നു, അത്തരം കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുകയല്ലേ ചെയ്തത്. നേരത്തെ ഈ വി കുഞ്ഞികൃഷ്ണന്റെ ആരോപണം വന്നതിന് പിന്നാലെ പാർട്ടി ഒരു രൂപ പോലും ഈ രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെയുള്ളതിൽ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, ആരും ക്രമക്കേട് നടത്തിയിട്ടില്ല എന്നുള്ളൊരു മറുപടിയായിരുന്നു നൽകിയത്. പക്ഷേ ഇന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് വിശദമായിട്ടുള്ളൊരു വാർത്താ സമ്മേളനം തന്നെയാണ് നടത്തിയത്. ഓരോ വിഷയവും വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ഓരോ വിഷയത്തിനും അദ്ദേഹം മറുപടി നൽകി. പ്രത്യേകിച്ച് ഈ രക്തസാക്ഷി ഫണ്ട് ശേഖരണം, ധനരാജ് രക്തസാക്ഷി ഫണ്ട് ശേഖരണം, ഒപ്പം തന്നെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് കെട്ടിട നിർമ്മാണം, അതിനുശേഷം നടന്ന സഹകരണ ബാങ്കിന്റെ ഭൂമി ഇടപാട് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം മറുപടി നൽകി. ഈ രക്തസാക്ഷി ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് പാർട്ടി ചില വകമാറ്റലൊക്കെ നടത്തിയിട്ടുണ്ടാകും, പക്ഷേ ഒരു രൂപ പോലും നഷ്ടപ്പെട്ടിട്ടില്ല. അത് പല ആവശ്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിച്ചത്. അതായത് ഈ കുടുംബത്തെ സഹായിക്കാനായി, കുടുംബത്തിന് വീട് നൽകാനായി, ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ആ പണം മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിശദീകരണമാണ് ജില്ലാ സെക്രട്ടറി നൽകിയത്. അന്ന് ഈ പിരിച്ച പണത്തിന്റെ ബാക്കി ഇപ്പോഴുമുണ്ട്. അത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കം ഉള്ള നിയമസഹായവുമായി ബന്ധപ്പെട്ട് ഉള്ള ചെലവിനായിട്ടാണ് ആ പണം മാറ്റിവെച്ചത് എന്നുള്ളതാണ് അക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം. അതിനുശേഷം നടന്നത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് 2021 തെരഞ്ഞെടുപ്പ് സമയത്ത് വ്യാജ രസീതി അച്ചടിച്ചതുമായി ബന്ധപ്പെട്ട ആരോപണമായിരുന്നു വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചത്. അന്ന് അങ്ങനെ ചില വ്യാജ രസീതികൾ വ്യാജമായി നിർമ്മിച്ചു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നില്ല. പക്ഷേ ചില രസീതികളിൽ അക്ഷരപ്പിശക് ഉണ്ടായതുകൊണ്ടാണ് അത്തരത്തിലൊരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് KK രാഗേഷ് പറയുന്നത്. നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ വീണ്ടും ഉന്നയിക്കുന്നു. അതിലൊക്കെ നടപടി നേരത്തെ എടുത്തതാണെന്നാണ് ജില്ലാ സെക്രട്ടറി വിശദീകരിച്ചത്. വിശദമായി നമ്മൾ ആ വാർത്താ സമ്മേളനം കണ്ടതും കേട്ടതുമാണ്. അജീഷ്, തുടരുക. ഇപ്പോൾ വളരെ അസാധാരണമായ സംഭവം പയ്യന്നൂരിൽ നടക്കുന്നുണ്ട്. വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച് പയ്യന്നൂരിൽ ഒരു പ്രകടനം നടക്കുന്നു. അതിന് തത്സമയ ദൃശ്യങ്ങളാണ്. പയ്യന്നൂരിൽ CPM അത്രമാത്രം വേരോട്ടമുള്ള മണ്ണാണ്. അവിടെയാണ് ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രകടനം. അവിടെ നിന്ന് വിശദമായി അരുൺ പാറയ്ക്കൽ ചേരുന്നു. അരുൺ, അസാധാരണമാണ് പയ്യന്നൂരിൽ ഇങ്ങനൊരു പ്രകടനം. ഇതിലാരാണ് ഈ പ്രകടനത്തിന് നേതൃത്വം നൽകുന്നവർ? വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, അസാധാരണമായ പ്രകടനമാണ്. ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണന്റെ വീടിന് മുന്നിൽ നിന്ന് പയ്യന്നൂർ ഈ നഗരത്തിലേക്ക്, അതായത് ഹൈവേയുടെ അടുത്തേക്ക് ഈ പ്രകടനം നീണ്ടിട്ടുണ്ട്.
സാധാരണ പ്രവർത്തകരാണ്, പാർട്ടി പ്രവർത്തകരാണ് പ്രകടനത്തിന് നേതൃത്വം നൽകുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഇത് വി കുഞ്ഞികൃഷ്ണന്റെ വീടിനടുത്തു നിന്നാണ് ഈ പ്രകടനം ആരംഭിച്ചത്. വി കുഞ്ഞികൃഷ്ണന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും ധനരാജ് രക്തസാക്ഷി ഫണ്ടും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ ഫണ്ടുമൊക്കെ കൈയടക്കാൻ, അത് കൈയിട്ട് വാരാൻ, അഴിമതി നടത്താൻ ആരെയും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുമാണ് ഈ മുദ്രാവാക്യങ്ങളൊക്കെ തന്നെ പോകുന്നത്. ഈ പ്രകടനത്തിൽ അമ്മമാരും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവരിപ്പോൾ ഇവിടെ എത്തി ഈ പ്രകടനം ടൗണിൽ പ്രകടനം അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. സാധാരണ പ്രവർത്തകരാണ് ഈ പ്രകടനത്തിലുള്ളത് എന്നാണ് പറയുന്നത്. എന്തായാലും അസാധാരണമായ ഒരു സംഭവമാണ്. CPM-ന്റെ ശരി, എന്തായാലും ആ വിവാദം പയ്യന്നൂരിൽ ആ രീതിയിൽ തന്നെ നിൽക്കുന്നു എന്നാണ് ഈ പ്രകടനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം വെള്ളൂർ, അന്നൂർ ഭാഗങ്ങളിലൊക്കെ തന്നെ വി കുഞ്ഞികൃഷ്ണൻ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഫ്ലക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നു. അത് പിന്നീട് നശിപ്പിക്കുന്നതൊക്കെ കണ്ടതാണ്. എന്തായാലും ആ വിവാദം ഈ തീരുമാനത്തോടെ, ഈ പുറത്താക്കലിലൂടെ അവസാനിക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ കരുതാൻ കഴിയുന്നുമില്ല. മറ്റു റിപ്പോർട്ടുകളിലേക്കാണ്. SNDP NSS ഐക്യ നീക്കം പാളി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെച്ച ഐക്യ നീക്കം പെരുന്നയിൽ ചേർന്ന NSS ഡയറക്ടർ ബോർഡ് യോഗം തള്ളി. വെള്ളാപ്പള്ളി നടേശന്റെ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് സംശയിക്കുന്നതായി NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പറഞ്ഞു. ഐക്യനീക്കം പൊളിഞ്ഞതിൽ ഇപ്പോൾ മറുപടി പറയുന്നില്ല എന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ മറുപടി. കഴിഞ്ഞ 18-ാം തീയതിയാണ് NSS SNDP ഐക്യം വേണമെന്ന് ഇരു നേതാക്കളും പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെച്ച ആശയത്തെ സുകുമാരൻ നായരും പിന്തുണച്ചു. എന്നാൽ ഒരാഴ്ച പിന്നിടുമ്പോൾ ഐക്യത്തിൽ നിന്ന് NSSന്റെ യു-ടേൺ. ഐക്യനീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നാണ് NSSന്റെ വിലയിരുത്തൽ. NDA നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയെ ചർച്ചകൾക്ക് നിയോഗിച്ചത് ഇതിന്റെ ഭാഗമാണോ എന്നാണ് സംശയിക്കുന്നത്. ഇതിന്റെ പിന്നിൽ എന്തോ രാഷ്ട്രീയ കളികളുണ്ട് എന്നുള്ള ഒരു ധാരണ അവരുടെ പ്രവൃത്തി കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഈ NDAയുടെ സംസ്ഥാന നേതാവായിട്ട് നിൽക്കുന്ന ഒരാളിനെ രാഷ്ട്രീയമില്ലാത്ത SNDP NSSും കൂടി യോജിക്കുകയാണെങ്കിൽ ആ ആളിനെ എന്തിനാ പറഞ്ഞോട്ട്? NSSന്റെ സമദൂര നിലപാടിലും ഐക്യം തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തലും പിന്മാറലിന് കാരണമായി. ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തന്നെയാണ് ഇത് സംബന്ധിച്ച പ്രമേയവും അവതരിപ്പിച്ചത്. അതേസമയം ഐക്യനീക്കം തകർന്നതിൽ ഇപ്പോൾ പ്രതികരണമില്ലെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. ചാനലിൽ ഇപ്പോൾ കണ്ട ഒരൊറ്റ വിവരം മാത്രമേ അറിയാവുള്ളൂ. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു മറുപടി ഈ ചാനലിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു മറുപടി ഞാൻ പറയുന്നത് ശരിയല്ല. ഇതിൻ്റെ എല്ലാം പൂർണ്ണ രൂപം അറിഞ്ഞ ശേഷം അതിന് ഞാൻ മറുപടി പറയാം. 27 പേരടങ്ങുന്ന NSS ഡയറക്ടർ ബോർഡിലെ 26 പേരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തു. ഒറ്റക്കെട്ടായാണ് ഐക്യം വേണ്ടെന്ന തീരുമാനം ഇവർ കൈക്കൊണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കെ സമദൂരത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി കൂടിയാണ് NSS ഇങ്ങനെയൊരു നിലപാടെടുത്തിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസിനെയും BJPയെയും അതിരൂക്ഷമായി വിമർശിക്കുമ്പോൾ അത് മറ്റൊരു ചർച്ചയിലേക്കും കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. കോട്ടയത്ത് നിന്ന് അരുൺ നിണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ഏറെ കൊട്ടിഘോഷിച്ച സമുദായ ഐക്യ ചർച്ചകൾ 9-ാം നാളിൽ തകർന്നതിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് ആദ്യം പ്രതികരിച്ച G സുകുമാരൻ നായർ പിന്നീട് ഈ നീക്കത്തിൽ സംശയം പ്രകടിപ്പിച്ചാണ് രംഗത്തെത്തിയത്. ഐക്യനീക്കം പാളിയതിൽ കരുതലോടെയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ പ്രതികരണം. സുകുമാരൻ നായർ ആ ഐക്യം പണ്ട് കണ്ണിയേറ്റുപോയതാണ്. ആ ഐക്യം ശക്തമായി മുമ്പോട്ട് പോകാനും ആദ്യമായിട്ടെല്ലാം ചർച്ച ചെയ്ത് മുമ്പോട്ട് നീങ്ങാനായിട്ട് യോഗം തുഷാർ വെള്ളാപ്പള്ളി ചുമതലപ്പെടുത്തി. SNDP NSS ഐക്യത്തിനോട് ഞങ്ങൾ യോജിപ്പുണ്ട്. അവരുമായിട്ട് ഇപ്പോൾ അനൈക്യമൊന്നും ഇല്ലായിരുന്നു. ഈ കാലഘട്ടത്തിന്റെ ആവശ്യം അതായതുകൊണ്ട് SNDP അത് ഉന്നയിക്കുന്നു, NSS അത് അംഗീകരിക്കുന്നു. 1.5 പതിറ്റാണ്ടിനു ശേഷം SNDPയും NSSും മുഴക്കിയ ഐക്യകാഹള ആഹ്വാനത്തിന് ദിവസങ്ങളുടെ ആയുസ് മാത്രം. വലിയ സാമൂഹിക മാറ്റം ലക്ഷ്യമിട്ട് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ നീക്കങ്ങൾ പത്മ പുരസ്കാരം തന്നെ തേടിയെത്തിയതിന് പിന്നാലെ പൊളിഞ്ഞു. ഐക്യനീക്കം വേണ്ട എന്നതിന് കാരണമായി തുഷാർ വെള്ളാപ്പള്ളിയെ ദൂതനെ അയച്ചതാണെന്ന് NSS നേതൃത്വം പറയുന്നതെങ്കിലും കാരണം മറ്റു പലതുമുണ്ടെന്നാണ് വിവരം. വെള്ളാപ്പള്ളി നടേശന്റേത് രാഷ്ട്രീയക്കണി എന്ന പല കോണുകളിൽ നിന്നുള്ള മുന്നറിയിപ്പ്. സമദൂരമെന്ന NSSന്റെ പ്രഖ്യാപിത നിലപാടിന് വിള്ളലുണ്ടാക്കുമെന്ന ഉപദേശം. ഇതോടെയാണ് പെരുന്നയിൽ തുഷാർ എത്തിയാൽ മകനെ പോലെ സ്വീകരിക്കുമെന്ന് ആദ്യം പറഞ്ഞ സുകുമാരൻ നായർ തന്നെ ഐക്യനീക്കം ഉപേക്ഷിക്കാൻ നേരിട്ട് പ്രമേയം അവതരിപ്പിച്ചത്. CPIM-നും സർക്കാരിനും അനുകൂലമായി നിലപാടെടുക്കുന്ന രണ്ട് സമുദായ സംഘടനയുടെ ഐക്യത്തെ തെല്ല് സംശയത്തോടെയായിരുന്നു പ്രതിപക്ഷം കണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ ഐക്യം തകർന്നത് പ്രതിപക്ഷത്തിന് ആശ്വാസമെങ്കിലും കരുതലോടെയാണ് പ്രതികരണം. ഞങ്ങൾ UDFും കോൺഗ്രസും സമുദായ സംഘടനകളുടെ ആഭ്യന്തരമായ കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടാറില്ല. അവർ യോജിച്ചാലും നല്ലത്, യോജിക്കേണ്ടെന്ന് തീരുമാനമെടുത്ത് അവരുടെ തീരുമാനം, അതിൽ അവരുടേതായ കാരണങ്ങളുണ്ടാവും. അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. അവരിഷ്ടമുള്ള തീരുമാനം അവരെടുക്കട്ടെ. വിഷയത്തിൽ തിടുക്കപ്പെട്ട് പ്രതികരിക്കേണ്ട കാര്യമില്ല എന്നാണ് CPIM-ന്റെ നിലപാട്. 24 തിരുവനന്തപുരം.
77ാം റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ച രാജ്യം. സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്ന റിപ്പബ്ലിക് ദിന പരേഡിന് കർത്തവ്യപഥ് സാക്ഷ്യം വഹിച്ചു. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികം പ്രമേയമായ പരേഡിൽ ഇത്തവണ കേരളത്തിന്റെ നിശ്ചല ദൃശ്യവും അണിനിരന്നു. രാവിലെ 9:50 ദേശീയ യുദ്ധസ്മാരകത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സൈനിക മേധാവികളും ചേർന്ന് സ്വീകരിച്ചു. രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച സൈനികർക്ക് അഭിവാദ്യമർപ്പിച്ച പ്രധാനമന്ത്രി കർത്തവ്യപഥിലേക്ക്. കർത്തവ്യപഥിലെ വേദിയിലേക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെയും പ്രത്യേക അതിഥികളായ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്സൺ, യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ എന്നിവരെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ദേശീയ പതാകയെ രാഷ്ട്രപതി അഭിവാദ്യം ചെയ്തതോടെ പ്രൗഢഗംഭീരമായ റിപ്പബ്ലിക് ദിന പരേഡിന് തുടക്കം. കര, നാവിക, വ്യോമസേനാ വിഭാഗങ്ങൾ, ആയുധങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ, അർദ്ധസൈനിക വിഭാഗങ്ങൾ അടക്കമുള്ളവർ പരേഡിൽ അണിനിരന്നു. കേരളത്തിൻ്റെതടക്കം 30 നിശ്ചല ദൃശ്യങ്ങൾ പരേഡിനെ വർണ്ണാഭമാക്കി. ആത്മനിർഭര ഇന്ത്യക്കായി ആത്മനിർഭര കേരളം എന്ന ആശയത്തിൽ വാട്ടർ മെട്രോയും 100% ഡിജിറ്റൽ സാക്ഷരതയും ഉൾപ്പെടുത്തിയതാണ് കേരളത്തിന്റെ നിശ്ചല ദൃശ്യം. തുടർന്ന് 2500-ലേറെ കലാകാരന്മാർ കർത്തവ്യപഥിൽ ദൃശ്യവിസ്മയമൊരുക്കി. ഓപ്പറേഷൻ സിന്ദൂർ വിജയത്തെ അനുസ്മരിപ്പിക്കുന്ന വ്യോമസേനയുടെ സിന്ദൂർ ഫോർമേഷൻ ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡിന്റെ മുഖ്യ ആകർഷണമായി. രാജ്യത്തിന്റെ കലാ സാംസ്കാരിക പൈതൃകത്തിന്റെ കരുത്തും ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ കുതിപ്പും ഒരുപോലെ സമ്മേളിക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് ഓരോ ഇന്ത്യക്കാരന്റെയും ആത്മാഭിമാനവും ആത്മവിശ്വാസവും വാനോളം ഉയർത്തുന്നതാണ്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. കേന്ദ്രവും സംസ്ഥാനവും ശത്രുക്കളല്ലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ. വിയോജിപ്പുകളുണ്ടെങ്കിലും രാജ്യ പുരോഗതിക്കായി ഒന്നിച്ചു പോകണമെന്ന് തിരുവനന്തപുരത്ത് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ഗവർണർ പറഞ്ഞു. വിവിധ ജില്ലകളിൽ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് മന്ത്രിമാർ നേതൃത്വം നൽകി. Kerala has always been leader in this country in different fields, in education, in medical facility, in social reforms, in all other fields. Now let us path a new way. Let us show the world, let us show our country that Kerala is this time going to vote. 100% voting will be achieved by Kerala. That is what we are trying to do. തിരുവനന്തപുരം വിളപ്പിൽ ശാലയിൽ ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് രോഗി മരിച്ചുവെന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കുടുംബം. കുറ്റക്കാർക്കെതിരെ നടപടി വേണം എന്നാണ് ആവശ്യം. അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് BJP പ്രവർത്തകർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ചികിത്സാ നിഷേധമുണ്ടായിട്ടില്ലെന്നും പ്രാഥമിക ചികിത്സ നൽകിയെന്നും ആശുപത്രി അധികൃതർ ആവർത്തിക്കുമ്പോഴാണ് കുടുംബം പരാതിയുമായി മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തുന്നത്. മരിച്ച ബിസ്മിറിന് പ്രാഥമിക ചികിത്സ നൽകിയില്ലെന്ന് കുടുംബം പരാതിയായി പറയുന്നു. കുറ്റക്കാരായ ജീവനക്കാർക്കെതിരെ ഉടൻ നടപടിയെടുക്കണമെന്നാണ് മുഖ്യമന്ത്രിയോട് കുടുംബത്തിന്റെ ആവശ്യം. നിർണായക CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തുവന്നതിന് പിന്നാലെ വിവിധ സംഘടനകളുടെ പ്രതിഷേധവും ശക്തമാണ്. BJP യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. നീതി കിട്ടണം. ഇത് യുവമോർച്ചയുടെ ഐതിഹാസിക സമരമായിട്ട് മാറും. ഈ സമരത്തിൽ നിന്ന് യുവമോർച്ച ഒട്ടം പിന്നോട്ട് പോവില്ല. ഇത് എത്ര ജീവൻ പോയാലും ഈ സമരത്തിൽ ഇവിടെ ഇത് തൊട്ടടുത്ത ആശുപത്രി വെച്ചിട്ട് ഇവർ പറയുന്നത് കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്നാണ്. പ്രാഥമികമായ ചികിത്സ നടത്താൻ ആശുപത്രി ഉണ്ടായിട്ടും മാത്രമല്ല, ഒരു പരിക്ക് പറ്റിയ ഒരാളുടെ ചികിത്സ തീരുമാനിക്കേണ്ടത്, ഏത് ആശുപത്രി തീരുമാനിക്കേണ്ടത് പോലീസാണ്. അതേസമയം ആശുപത്രിയുടെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് കാട്ടാക്കട MLA IB സതീശന്റെ വിശദീകരണം. ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അടിയന്തരമായി റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ വിചാരിക്കുന്നത് ഇന്ന് തന്നെ റിപ്പോർട്ട് ലഭ്യമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു മുൻവിധിയും വേണ്ട. ജനുവരി 19-നാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് കൊല്ലങ്കോണം സ്വദേശി ബിസ്മിറിനെ ആശുപത്രിയിലെത്തിക്കുന്നത്. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രാമധ്യയായിരുന്നു കൊല്ലങ്കോണം സ്വദേശി ബിസ്മിറിന്റെ മരണം. 24
തിരുവനന്തപുരം. വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് രോഗി മരിച്ചെന്ന പരാതിയിൽ വിശദീകരണവുമായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രമ രംഗത്തെത്തി. ബിസ്മീറിന് പ്രാഥമിക ചികിത്സ നൽകിയിരുന്നു. ഓക്സിജൻ സംവിധാനമുള്ള ആംബുലൻസിലാണ് ബിസ്മീറിനെ അയച്ചത്. രാത്രിയിൽ ഗ്രിൽ അടച്ചിട്ടത് രോഗികളുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ്. സെക്യൂരിറ്റി ഗാർഡിനെയോ അറ്റൻഡറെയോ നിയമിച്ചിട്ടില്ലെന്നും ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. 19/1/2026 1:23 പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ എത്തുകയും ശ്വാസമുട്ടലാണ്. ഡ്യൂട്ടി ഡോക്ടർ പരിശോധിച്ചിട്ട് ഇഞ്ചക്ഷനും കൊടുത്തു, നെബുലൈസേഷനും കൊടുത്തു, ഓക്സിജനും കൊടുത്തു. ഗ്രില്ല് അടച്ചിട്ടത് നമുക്ക് ഫീമെയിൽ വാർഡ് ഉണ്ട്. അപ്പം അത് തുറന്നിട്ട് കഴിഞ്ഞാൽ പേഷ്യൻസ് ഇറങ്ങിപ്പോവുകയോ പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയോ ചെയ്താൽ നമ്മൾ ഹോസ്പിറ്റൽ എന്ന MO ചാർജ് എന്ന നിലയിൽ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുകൊണ്ടാണ് വെറുതെ അടച്ചിട്ടത്. സെക്യൂരിറ്റി നിയമിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കുന്നുണ്ട്. ഡൽഹി ചർച്ചകളിൽ ക്ഷണിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പ് ജയിക്കണമെന്ന ലക്ഷ്യമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ പ്രതികരിക്കാത്തതെന്ന് കെ മുരളീധരൻ പറഞ്ഞു. കെ മുരളീധരന്റെ പരാതി ഗൌരവമായി പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അതേസമയം ഡോക്ടർ ശശി തരൂർ ഇടതുപാളയത്തിലേക്കെന്ന അഭ്യൂഹം കോൺഗ്രസ് നേതാക്കൾ തള്ളുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ കെ മുരളീധരനെ ക്ഷണിച്ചിരുന്നില്ല. KPCC മുൻ അധ്യക്ഷൻ എന്ന നിലയിൽ ക്ഷണിക്കേണ്ടതായിരുന്നില്ലേ എന്ന ചോദ്യത്തിനുള്ള മറുപടിയിലാണ് കെ മുരളീധരന്റെ അതൃപ്തി പ്രകടമായത്. രേഖാമൂലം പരാതി പറയാനില്ലെന്നും പ്രതികരണം. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇപ്പോൾ ഒരു ഇലക്ഷൻ ടൈമാണല്ലോ. ഇപ്പം അതുപോലത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയമല്ല. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പരാതി ഗൌരവമായി പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അദ്ദേഹത്തിന് പരാതി ഉണ്ടെങ്കിൽ ദേശീയ നേതൃത്വവും പരിശോധിക്കും. ഞങ്ങളത് ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലും പെടുത്തും. ഒരു സംശയ കാര്യത്തിലില്ല. അതേസമയം ഡോക്ടർ ശശി തരൂർ MP CPM-ലേക്കെന്ന അഭ്യൂഹങ്ങൾ തള്ളുകയാണ് കോൺഗ്രസ് നേതൃത്വം. ശശി തരൂരുമായി ബന്ധപ്പെട്ട വാർത്തകൾ സാങ്കല്പികമെന്ന് CPIM വിശദീകരിക്കുന്നു. സാങ്കല്പികമായ ചോദ്യവും സാങ്കല്പികമായ ഉത്തരവും അടിസ്ഥാനപരമായി തെറ്റാണ്. നാളത്തെ KPCC ഇലക്ഷൻ കമ്മിറ്റി യോഗത്തിലും ശശി തരൂർ പങ്കെടുത്തേക്കില്ല. 24 തിരുവനന്തപുരം. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന മോഹൻലാൽ ചിത്രം പ്രഖ്യാപിച്ചു. L367 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ രചനയും സംവിധാനവും വിഷ്ണു മോഹനാണ്. ബൈജു ഗോപാലൻ, VC പ്രവീൺ എന്നിവരാണ് ചിത്രത്തിന്റെ കോ പ്രൊഡ്യൂസേഴ്സ്. കൃഷ്ണമൂർത്തിയാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. ബോളിവുഡിൽ നിന്നുള്ള താരങ്ങളും സാങ്കേതിക പ്രവർത്തകരും ചിത്രത്തിന്റെ ഭാഗമാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.